മൂന്നാം സീറ്റ് വിഷയത്തിൽ നാളെ കോൺഗ്രസുമായുള്ള ചർച്ച പരാജയപ്പെട്ടാൽ മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് മത്സരിച്ചേക്കും. ആവശ്യമെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ നേതൃത്വം നിർദ്ദേശം നൽകി. സീറ്റ് വിഭജനം നീട്ടിക്കൊണ്ടുപോകാനാകില്ലെന്ന് ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം. 24 മണിക്കൂറിനകം അന്തിമ തീരുമാനമുണ്ടാകും. ലീഗിന്റെ മൂന്നാം സീറ്റ് കേരളത്തിലെ ഏതു മണ്ഡലവും ആകാമെന്നും ആലപ്പുഴയായാലും ജയസാധ്യതയുണ്ടെന്നും PMA സലാം പറഞ്ഞു. ഞങ്ങളെ ഡിമാൻഡ് വെച്ചിട്ടുണ്ട്. അതിൽ തീരുമാനം നാളെ ആവും. കിട്ടാത്ത പ്രശ്നമില്ലാന്ന്. ഞങ്ങൾ കോൺഗ്രസുമായിട്ട് സൗഹാർദ്ദത്തിൽ തന്നെയാണ്. ആ സൗഹാർദ്ദപരമായിട്ട് നാളെ ചർച്ച നടക്കും. ആ ചർച്ചയിൽ തീരുമാനം ഉണ്ടാവും. ഇപ്പോൾ ലോക്സഭാ സീറ്റ് മാത്രമാണ് ചർച്ച. രാജ്യസഭാ സീറ്റ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. കോൺഗ്രസ് തരാമെന്നും പറഞ്ഞിട്ടില്ല. നാളത്തെ തീരുമാനത്തിന് ശേഷം 27-ാം തീയതി ഞങ്ങളെ പാർട്ടി നേതൃയോഗം ചേരുന്നുണ്ട്. അതിൽ ഞങ്ങളെ തീരുമാനം ഞങ്ങൾ പ്രഖ്യാപിക്കും. സമീർ ബിൻ കരീം വിവരങ്ങളുമായി ചേരുന്നു. സമീർ, ഈ സീറ്റ് വിഭജനം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയ ഒരു തലവേദനയായിരിക്കുകയാണ് ഇപ്പോൾ? ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന തരത്തിലൊരു ഭീഷണി മുഴക്കുന്ന സാഹചര്യത്തിലേക്ക് ലീഗ് എത്തുമ്പോൾ ലീഗിനെ അനുനയിപ്പിക്കേണ്ടത് ഇനി എത്രത്തോളം വലിയ അനിവാര്യതയാണ്? അതിനായി എന്തൊക്കെ ശ്രമങ്ങളാകും നടക്കുക? നാളെ നടക്കുന്ന യോഗം എത്രത്തോളം നിർണായകമാണ്? UDF യോഗമായിരുന്നു നാളെ നടത്താൻ തീരുമാനിച്ചതെങ്കിലും പിന്നീട് UDF യോഗം മാറ്റിവെച്ച് അതിനു മുന്നേ തന്നെ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട ഉഭയകക്ഷി ചർച്ചയ്ക്ക് കോൺഗ്രസ് തീരുമാനിക്കുകയായിരുന്നു. അതിന് കാരണം വളരെ പെട്ടെന്ന് തന്നെ ലീഗിന്റെ കാര്യത്തിൽ തീരുമാനമെടുത്തതിന് ശേഷം UDF യോഗം കൂടിയാൽ മതി എന്നുള്ള വിലയിരുത്തൽ പശ്ചാത്തലത്തിലായിരുന്നു ഇത്തരം നിലപാടിലേക്ക് കോൺഗ്രസ് കടന്നത്. ഇതിന്റെ ഭാഗമായി നാളെ എറണാകുളത്താണ് ചർച്ച നടക്കുക. ഈ ചർച്ച ഏറെക്കുറെ പരാജയപ്പെടും എന്നുള്ളതാണ് ലീഗിന്റെ ഒരു വിലയിരുത്തൽ. അതായത് കോൺഗ്രസ് മൂന്നാമതൊരു സീറ്റ് നൽകില്ലെന്നും മുസ്ലിം ലീഗ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നുള്ളതുമാണ് മുസ്ലിം ലീഗിന്റെ ഒരു വിലയിരുത്തൽ. ഈ പശ്ചാത്തലത്തിലാണ് ഒരു നിർണായക നീക്കത്തിലേക്ക് മുസ്ലിം ലീഗ് കടന്നത്. മൂന്നാമതൊരു സീറ്റ് നൽകാൻ തയ്യാറാവില്ലെങ്കിൽ മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനിക്കുമെന്നുള്ളതായിരുന്നു ലീഗിന്റെ ഒരു തീരുമാനം. ഈ പശ്ചാത്തലത്തിൽ മുസ്ലിം ലീഗ് അത്തരം ഒരു മത്സരം നടത്തുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം പാർട്ടി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്ക് ഒരുങ്ങുന്നതിന് വേണ്ടി ഒരു നിർദ്ദേശം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുമായി സംസ്ഥാന നേതൃത്വം ചർച്ച നടത്തി. സമീർ, മൂന്നാം സീറ്റ് ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കും എന്ന ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ ലീഗ് നൽകുന്നത്.